സർ, എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കാത്തത്? കാരണം ഇറാനിയൻസ് അറബികളല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് യാക്കോബായക്കാരുടെ കൂടെ നിൽക്കാത്തത് എന്ന് ചോദിക്കുന്നവരാണ്. അറബ് രാജ്യങ്ങൾ, ഇസ്ലാം ഒറിജിനേറ്റ് ചെയ്ത അറേബ്യ എന്നാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. ഉത്തരേന്ത്യൻ ഹിന്ദുക്കൾക്ക് നമ്മളോട്, സൗത്ത് ഇന്ത്യക്കാരോട് ഉള്ളതുപോലെ വലിയ സംഭവം എന്നുള്ള അവർക്ക് അവരുടെ സ്വഭാവത്തിലാണ് ഇതൊക്കെ ഇവിടെയാണ് ഉണ്ടായത് എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. സംസ്കൃതം ഒക്കെ. പക്ഷേ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ശങ്കരൻ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ സാധനം ഉണ്ടാവില്ല എന്നുള്ള അവർക്കറിയില്ല. അതുകൊണ്ട് വിവരമുള്ള നോർത്ത് ഇന്ത്യൻ ഹിന്ദുക്കൾ നമ്മൾ ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് എഴുതാമെന്ന് നമ്മളോട് വലിയ സ്നേഹമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതർവൈസ് ഇവരല്ലാതെ ഈ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ വലിയ സംഭവമാണ്, വെളുത്തിട്ടാണ്. അതൊക്കെ വലിയ സംഭവമായിരിക്കും. വെളുത്തിട്ടാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം, ഇന്ദ്രനും വരുണനും ഒക്കെ അവരുടെ നാട്ടുകാരനാണ്. ഇവ കേദാർനാഥും കാശിയും ഒക്കെ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ഇതേ സംഭവം അറബികൾക്കുണ്ട്. അറബികൾക്ക് അവരാണ് ഇസ്ലാമിൻ്റെ അവസാന വാക്ക്. അറബി ഭാഷയിലാണ് പടച്ചവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണയാണ്. അപ്പം അറബി ഭാഷയിലാണ് പടച്ചവൻ സംസാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പടച്ചവൻ വേറെ ഭാഷ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് അറേബ്യയിൽ മാത്രം ആ മതം നിന്നാൽ മതിയല്ലോ, മറ്റു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകണ്ടല്ലോ. എന്തുകൊണ്ടാണ് അറബി ഭാഷ സംസാരിച്ചത്? അത് അന്ന് പ്രവാചകൻ്റെ ഭാഷ അറബിയായിരുന്നു. പ്രവാചകൻ കേരളത്തിലാണ്, കോഴിക്കോടാണ് ജീവിച്ചിരുന്നത്, മലയാളത്തിൽ സംസാരിക്കുകയും അപ്പം പടച്ചവൻ്റെ ഭാഷ മലയാളമാകുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു മേധാവിത്വം അവർക്കുണ്ട്. പിന്നെ അത് ഖലീഫ ഉമ്മറിൻ്റെ സമയത്തെന്ന് തോന്നുന്നു ഈ ഇറാനൊക്കെ കീഴടക്കുന്നത്. ഇറാൻ അറബികളെ മുമ്പേ ലോകത്തെ ആദ്യത്തെ വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ഇറാനാണ്. സെർസസ് നമ്മുടെ ഇയാളുടെ കാലഘട്ടം, ബുദ്ധൻ്റെ കാലഘട്ടം, BC 6-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിൻ്റെ മുമ്പ് 6-ാം നൂറ്റാണ്ട്. ഇന്നത്തേക്ക് നമ്മൾ 2600 വർഷം മുമ്പ് അവരുടെ അക്കാമിനിയുടെ എംപയർ ഉണ്ട്. അപ്പോൾ അത് ഇറാനിയൻ രാജവംശമായ മുസ്ലിം അതൊന്നും തെറ്റിദ്ധരിക്കണം. മണ്ടമാനങ്ങനെ ഇറാൻ എന്ന് കേട്ടാൽ മുസ്ലിം എന്ന് പറയും. ഇറാൻ്റെ ചരിത്രം മുസ്ലിം ചരിത്രം എന്ന് പറയും. അറേബ്യൻ ചരിത്രം മുസ്ലിം. അതൊന്നല്ല. ഇസ്ലാം ഉണ്ടായത് ക്രിസ്തുവിന് ശേഷം 600 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് 500 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് ഞാൻ പറയുന്നതിന് ക്രിസ്തുവിന് മുമ്പ് 600 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഏതാണ്ട് ഇസ്ലാമിന് ഇവരുടെ 1000 വർഷമുണ്ട്. 1000 വർഷം എത്ര തലമുറ? മിനിമം 20 തലമുറ അല്ലെങ്കിൽ 15 തലമുറ കൂട്ടി അത്രയും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടാണ് അറബികൾ പലതും പഠിച്ചത്. പ്രധാനമായിട്ട് ഇപ്പം ഖുർആനിൽ എവിടെയും പോയാൽ പർദ എന്നുള്ളൊരു വാക്ക് കാണാൻ പറ്റില്ല. ഈ പർദ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പർദ എന്നുള്ള വേർഡ് നിങ്ങളിപ്പം ഖുർആൻ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പർദ, ചാക്കിട്ട് മൂടുന്നു. പർദ ഭാഷ എന്നുള്ള വേർഡ് ഇറാനിയൻ ഭാഷ എന്നുള്ളതാണ്. ഇറാനിലെ രാജകുമാരിമാരും പ്രഭുകുമാരിമാരും അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്ത്രമായിരുന്നു പർദ. അപ്പോൾ അറബികൾ അറേബ്യയിൽ വലിയ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അവർ ഈ പർദ കടമെടുത്തു. ഇപ്പോൾ രഞ്ജിനി എപ്പോഴും മോഡലാക്കുക ആരാണ്? രജനി എപ്പോഴും മോഡലാക്കിയാരാണ്? നമ്മുടെ കൊട്ടാരത്തിലെ തമ്പുരാട്ടിനെയാണ്. പക്ഷേ നമ്മുടെ കൊട്ടാരത്തിലെ തമ്പുരാട്ടി അശ്വതി നാളാണ്, ഗൗരിബായി ഇവരൊക്കെ ആണെങ്കിൽ ഇവർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ അവരെ മോഡലാക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ഉത്തരേന്ത്യയിലെ തമ്പുരാട്ടിമാരെ നോക്കും. എന്നിട്ട് അവരെ പോലുള്ള വജ്രാഭരണം, നമ്മളിവിടെ വളരെ സിമ്പിളാണത്. വജ്രാഭരണങ്ങൾ, ഡ്രസ്സുകൾ, വില കൂടിയ ചുരിദാറുകൾ, വില കൂടിയ പാദരക്ഷകൾ, ഇതൊക്കെ നിങ്ങൾ മോഡലാക്കാൻ നോക്കും. അപ്പോൾ അതേപോലെ തന്നെ അവർ വലിയ സമയം സ്ഥാപിച്ചപ്പോൾ അവിടുന്ന് പല മോഡലുകൾ എടുത്തു. അതിലൊന്നാണ് ഈ പർദ. ഇപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് അദ്ദേഹത്തെ ഭാര്യയൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ഒന്നുമല്ലാതെ നമ്മൾ ലോട്ടറി അടിച്ച് നമ്മൾ വളരും, പല സ്വന്തം കൈകൊണ്ട് വളരുമ്പോൾ നമ്മൾ അവിടുത്തെ പൈസക്ക് ചുറ്റുള്ള പൈസക്കാരാണ് നമ്മളെപ്പോഴും മോഡലാക്കുക. അടുത്ത വീട്ടിലെ ബെൻസാണ്, നമ്മൾ ബെൻസ് വേണ്ടി. അല്ല, ഞാനിത് പറയാൻ തന്നെ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഇസ്രായേലിൽ കുറേ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ഫുൾ തെറി വിളിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ, ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ തന്നെ. അപ്പം ആ തെറി വിളിക്കുമ്പോൾ ഇവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇറാന് ചുറ്റും കിടക്കുന്ന കുറച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നിൽക്കുന്നില്ല, ഇറാനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് അവർ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളല്ലേ? അതുകൊണ്ടല്ല ഇങ്ങനെ 4-5 കഷ്ണമായി മാറിയത്. അല്ലെങ്കിൽ ലോകം ഭരിക്കേണ്ട മുസ്ലിങ്ങളല്ലേ? ഈ പലസ്തീൻ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെ? ഇസ്രായേൽ പ്രശ്നം ഉണ്ടാകുന്നത് അറബ് മുസ്ലിങ്ങളെ, പ്രവാചകൻ്റെ നാട്ടുകാരെ, മക്കയിലെ ഷെരീഫ് ഉൾപ്പെടെ അന്ന് തുർക്കിയിലെ സുൽത്താനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ടാണ് അവരെ യുദ്ധം ജയിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ജൂതന്മാർ അന്ന് പോയി തുർക്കിയിലെ സുൽത്താനോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അവിടെ ചെറിയ രാജ്യം തന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ യുദ്ധം ജയിപ്പിച്ചു തരാം. ഇവരെ പൈസ ഉണ്ട്, യുദ്ധത്തിന് വലിയ പൈസ ചിലവുള്ള പരിപാടി. തുർക്കിയിലെ സുൽത്താൻ പറഞ്ഞു, എൻ്റെ അറബ് സഹോദരങ്ങളെ ഞാൻ വഞ്ചിക്കില്ല.
നേരെ ബ്രിട്ടനെ പോയി കണ്ടു. തുർക്കിയെ ഞങ്ങൾ തോൽപ്പിച്ചു തരാം, ഞങ്ങളെ സഹായിച്ചാൽ മതി. ബ്രിട്ടൻ വന്ന് റെഡി. അങ്ങനെയല്ലേ ഈ പാലസ്തീൻ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു കാലത്തും പ്രവാചകനോട് കൂടി തന്നെ ഐക്യമില്ലാതായിട്ടുണ്ട്. പിന്നെ ഇവർ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോങ് ചരിത്രമാണത്. അപ്പം ഈ അറബ് രാജ്യങ്ങൾക്ക് പേർഷ്യൻ ഇറാൻ ഇഷ്ടമല്ല. ഇപ്പം വിക്കിലീക്സിൻ്റെ പേപ്പറുകളിൽ അത് വളരെ കൃത്യമാണ്. സൗദി അറേബ്യയിലെ രാജാവ് ആവശ്യപ്പെടുന്നു ഇറാനെ തകർക്കണം എന്നാലോചിച്ചു. അപ്പം നമ്മൾ ഈ ഇസ്ലാമിക ഐക്യം എന്നൊക്കെ പറഞ്ഞ ഒരു മിഥ്യയാണ്. അത് മുമ്പ് ഉണ്ടായിരുന്നില്ല. പ്രവാചകന് ശേഷം അത് ഉണ്ടായിരുന്നില്ല. ഇവർ മുമ്പ് പരസ്പരം കൊല്ലുകയായിരുന്നു. ഇവിടെ മുസ്ലിം വിരോധികളും മുസ്ലിം മതഭ്രാന്ത് തലക്കുടിച്ചും ഇസ്ലാമിക ഐക്യമൊന്നും ഒരു സംഭവമില്ല. ഇറാൻ അടിക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ കാര്യം ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സൗദി അറേബ്യ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഐക്യമുള്ളത്? പിന്നെ മക്കയിലെ ഞങ്ങളുടെ വിശുദ്ധ ആരാധനയാണ് കഅബ. കഅബയ്ക്ക് അവിടെ വെടിവെച്ചവരാണ് ഈ ഇറാനിലെ ഭീകരവാദികൾ. ഇപ്പം നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? കഅബ 2-3 തവണ കത്തിച്ചിട്ടുണ്ട് നമ്മളെ കൂട്ടത്തുള്ള ആളുകൾ, ക്രിസ്ത്യാനികളൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഐക്യമൊന്നുമില്ല. അപ്പം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളിലാണ് ഈ ഐക്യം അതൊക്കെ ഉള്ളത്. അവനെയാണത് കാണിച്ച് പറ്റിക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് അവർ അമേരിക്കനല്ലേ സഹായിക്കുന്നത്. ഈ പലപ്പോഴും ഇറാൻ അയക്കുന്ന പല മിസൈലുകളും തടഞ്ഞിടുന്നത് ജോർദാനും സൗദി അറേബ്യയൊക്കെ കൂടിയാണ്, അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. എന്നാൽ തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു മിസൈൽ അവർ തടയുന്നില്ലല്ലോ. അവർ നശിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മനുഷ്യൻ മരിക്കുന്നതിൽ നമുക്ക് വിഷമിക്കാം. അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജൂതന്മാർ മരിക്കുമ്പോഴും ഇപ്പോഴത്തെ ഇറാനിയൻസ് മരിക്കുമ്പോഴും എല്ലാം മനുഷ്യരാണ് മരിക്കുന്നത്. അല്ല അപ്പോൾ അത് ജൂതം മരിച്ചാൽ കൈകൊട്ടി ആഹാ, ഇവിടുത്തെ മുസ്ലിം മരിച്ചാൽ ഓഹോ എന്ന് പറയരുത്. അതാണ് പ്രശ്നം. അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ജൂതന്മാരെ വലിയ ശത്രുക്കളായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇസ്ലാം മതം ഉണ്ടായിരുന്ന സമയത്ത് എക്സ്പാൻഷൻ്റെ ഭാഗമായി മദീനയിലൊക്കെ വെച്ച് ജൂതന്മാരുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ്റെ സ്വന്തം ഗോത്രവുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അത് ഖുർആനിൽ പറയുന്നുണ്ട്. സ്വന്തം ഗോത്രത്തിലുള്ള അവിടെ ഒരു സ്ത്രീ, എന്താണ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരു സ്ത്രീ പ്രവാചകൻ്റെ അനുയായികളെ അതിഭീകരമായി കൊന്നിട്ടുണ്ട്. കുടലമാലയൊക്കെ ഇങ്ങനെ കയറ്റിച്ചിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ജൂതത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം ജൂതന്മാരൊന്നും ഇല്ലല്ലോ, സ്കാറ്റേഡായ പല ഭാഗത്താണ്. അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്. ഈ മുസ്ലിം രാജാക്കന്മാർ പരസ്പരം യുദ്ധത്തിലായിരുന്നു. ഞാനീ പറയുന്നത് ഇവരെ സഹായിക്കുമ്പോൾ തുർക്കിയിലെ സുൽത്താനും ഈജിപ്തിലെ സുൽത്താനും പരസ്പരം യുദ്ധത്തിലായിരുന്നു. ഈജിപ്തിലെ സുൽത്താനും പേർഷ്യയിലെ സുൽത്താനും യുദ്ധത്തിലായിരുന്നു. പേർഷ്യയിലെ സുൽത്താനും ഇന്ത്യയിലെ മുഗൾ രാജവംശമായിട്ട് യുദ്ധത്തിലായിരുന്നു. ഇവിടെ ഏത് ഇസ്ലാമിക് ഐക്യം? ഇവരിങ്ങനെ യുദ്ധം ചെയ്താണ് ഇവരില്ലാതായത്. അതുപോലെ ക്രിസ്ത്യാനികളും പരസ്പരം ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും എന്ന് വെച്ചാൽ ഈസ്റ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ ഓർത്തഡോക്സ് സഭയൊക്കെ ഉള്ളത്, വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക് ചർച്ച്. ഇവർ തമ്മിൽ പരസ്പരം യുദ്ധമായിരുന്നു. അങ്ങനെയാണ് അവരുടെ ആധിപത്യം ഇല്ലാതെ അവിടെ മുസ്ലിംസ് വരുന്നു. പിന്നെ ആധുനിക കാലഘട്ടം ഇവരൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്ത് നശിച്ചപ്പോൾ ജൂതൻ വളരെ കൃത്യമായിട്ട് സമ്പത്ത് ആർജിച്ചു, ബിസിനസ് ചെയ്തിട്ട്. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവരെ കോഴിക്കോടുണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രം മൊത്തം അവർ പിടിച്ചു വെച്ചു. പുതിയ ഇൻവെൻഷൻ എല്ലാം അവർ കാശ് മുടക്കി. രാജാക്കന്മാർ യുദ്ധത്തിൽ സഹായിച്ചു, അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ മേടിച്ചു. എന്നിട്ട് അവരെ കൺട്രോൾ ചെയ്തു. അങ്ങനെ ഈ മൊസാദ് ഒരു ദിവസം കൊണ്ടൊന്നല്ല, ഈ 1948 ശേഷം ഈ രാജ്യം ഉണ്ടായതിനു ശേഷമല്ല മൊസാദ് ഉണ്ടായത്. മൊസാദ് അതിൻ്റെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടി മൊസാദിന് പേര് കൊടുത്തതന്നേ ഉള്ളൂ. അങ്ങനെ അവർ ഡീപ്ലി പെനിട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക ഐക്യം എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. ഇവിടുത്തെ കുറേ പാവങ്ങളെ നമ്മളാളുകൾ മരിച്ചു എന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി വിരോധം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറേ കുൽസിത ബുദ്ധികൾ നടത്തുന്ന ശ്രമമാണ്. ഒരു ഇസ്ലാമിക ഐക്യം ലോകത്തില്ല, ഒരു ക്രിസ്ത്യൻ ഐക്യം ലോകത്തില്ല, ജൂത ഐക്യം പോലും ഇല്ല. സത്യം അവർ ചെറിയൊരു കമ്മ്യൂണിറ്റി അല്ലേ. അതിലുള്ള ഒരുപാട് ലിബറലായ 40% ആൾ അവർ നെതന്യാഹുവിനെതിരാണ്. അതിലോ തീവ്ര വിഭാഗങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് സിയോണിസം, അതാണ് അതിതീവ്ര ഹിന്ദുത്വം, ശ്രീകൃഷ്ണ സേന, ശ്രീരാമസേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അത് തന്നെയാണ് ഈ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള വിവിധ തരത്തിലുള്ള ഇൻ്റലക്ച്വലായി പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമി, മറ്റേ അൽഖ്വയ്ദ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു നാണയത്തിൻ്റെ ഇതൊക്കെ അല്ലേ ഈ മതത്തിലുള്ള ചെകുത്താൻ്റെ വശങ്ങളാണ്. ഈ മതത്തിലുള്ള ദൈവത്തിൻ്റെ അംശമുണ്ട് ഈ എല്ലാ മതങ്ങളിലുള്ള. അവർ ആത്മീയതയിലൊക്കെ മുഴുകി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന എല്ലാ മതത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരാണ് ദൈവത്തിൻ്റെ പോരാളികൾ. ഇത് ദൈവത്തിൻ്റെ പേരുമാണ് ചെകുത്താന്മാർ നിറഞ്ഞാടുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.